പെയിന്റിങ് ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് കളേഴ്സ് മിക്സ് ചെയ്ത് പുതിയ പുതിയ കളേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം. ശരിക്കും പ്രൈമറി കളേഴ്സ് ആർട്ടിൽ 3 കളറേ ഉള്ളൂ. പക്ഷേ ആ കളർ കൃത്യമായിട്ട് മിക്സ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് കളേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് കളർ മിക്സിംഗ് തിയറി? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബ്ലൂ, റെഡ്, യെല്ലോ എന്നീ കളേഴ്സ് എടുത്തിട്ട് ഓരോ കളേഴ്സിൻ്റെയും ഓരോ സ്ക്വയർ വീതം പെയിൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് 3 പ്രൈമറി കളേഴ്സ് കിട്ടി. ഈ പ്രൈമറി കളേഴ്സിൻ്റെ ഏതെങ്കിലും 2 കളർ കോമ്പിനേഷൻ എടുത്ത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാമത് ഒരു കളർ കിട്ടും. അതിനെ സെക്കൻഡറി കളർ എന്നാണ് പറയുന്നത്. ബ്ലൂവും റെഡും തമ്മിൽ മിക്സ് ചെയ്താൽ നമുക്ക് വയലറ്റ് കളറാണ് ലഭിക്കുന്നത്. ബ്ലൂവും യെല്ലോയും തമ്മിൽ മിക്സ് ചെയ്താൽ നമുക്ക് ഗ്രീൻ കളറാണ് ലഭിക്കുന്നത്. അതുപോലെ റെഡും യെല്ലോയും തമ്മിൽ മിക്സ് ചെയ്താൽ നമുക്ക് ഓറഞ്ച് കളറാണ് ലഭിക്കുന്നത്. സെക്കൻഡറി കളേഴ്സ് പ്രൈമറി കളേഴ്സുമായി മിക്സ് ചെയ്താൽ നമുക്ക് മൂന്നാമതൊരു കാറ്റഗറി ഓഫ് കളേഴ്സ് കിട്ടും. അതിനെ ടെറിഷറി കളേഴ്സ് അഥവാ തൃതീയ വർണ്ണങ്ങൾ എന്നാണ് പറയുന്നത്. നമുക്കിതിൽ വാമും കൂളും ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. ഡ്രൈ കളർ വീൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ 3 സൈഡിലായിട്ട് ബ്ലൂ, യെല്ലോ, റെഡ് എന്നീ കളേഴ്സ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള പോർഷൻ ഒരു കളറിൽ നിന്നും അടുത്ത കളറിലേക്ക് ഗ്രാജുവലി മിക്സ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കളേഴ്സ് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്നാണ് പറയുന്നത്. ഓപ്പോസിറ്റ് വരുന്ന കളേഴ്സ് രണ്ടും തമ്മിൽ മിക്സ് ചെയ്താൽ നമുക്ക് ഗ്രേയിഷ് ആയിട്ടുള്ള ഒരു കളറാണ് ലഭിക്കുക. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.